देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते വാസുദേവായ. കൃഷ്ണ നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ബുദ്ധിയോഗത്തിന്റെ പ്രത്യേകതകൾ പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ബുദ്ധിയോഗത്തിൽ പ്രവർത്തിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങൾ, ബുദ്ധിയോഗത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഭഗവാൻ ഈ ഭാഗത്ത് 40ാമത്തെ ശ്ലോകം മുതൽ പറയുന്നത്. അതിന്റെ മുന്നേ ഭഗവാൻ കർമ്മയോഗത്തിനെ കുറിച്ചും സാഖ്യയോഗത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് വിധത്തിലാണെങ്കിലും അർജുനൻ തന്റെ കടമ എന്നുള്ള നിലവാരത്തിൽ യുദ്ധം ചെയ്യേണ്ടത് തന്നെയാണ് എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. അപ്പോൾ ഇവിടെ ബുദ്ധിയെ ശരണം പ്രാപിച്ചുകൊണ്ട്, ബുദ്ധിയോഗം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ഭഗവാന്റെ നിർദ്ദേശം എന്താണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഭഗവാന്റെ നിർദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരും സാധാരണഗതിയിൽ മനസ്സിന്റെ നിർദ്ദേശങ്ങളാണ് കേൾക്കുന്നത്. മനസ്സിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് എല്ലാവരും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പക്ഷെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പരമാത്മാവിന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ പരമാത്മാവിന്റെ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തെല്ലാം മാറ്റമാണ് ആ വ്യക്തിയിൽ ഉണ്ടാകുന്നത്, അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് ഈ ഭാഗത്ത് ഭഗവാൻ പറയുന്നത്. ആദ്യം തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉദ്യോഗത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കർമ്മബന്ധം പ്രഹാസിച്ച് ഒരു വ്യക്തിയുടെ ഇതുവരെയുള്ള ആ കർമ്മത്തിന്റെ ഇതുവരെയുള്ള ജന്മങ്ങളിലെ കർമ്മഫലങ്ങളെല്ലാം ഇല്ലാതാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസിച്ച് 39ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എല്ലാവിധ കർമ്മബന്ധങ്ങളിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു വലിയ മാർഗമാണ് ബുദ്ധിയോഗം. ഇതുവരെയുള്ള കർമ്മബന്ധങ്ങളെല്ലാം പൊളിച്ച് അതിന്റെ പുറത്തേക്ക് ഒരു ജീവനെ കൊണ്ടുവരാനുള്ള മാർഗമാണ് ഈ ബുദ്ധിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയൊരു പ്രവർത്തന പദ്ധതിയാണ്. ആ ജീവാത്മാവിന് വലിയ നേട്ടം ഉണ്ടാക്കുന്നതാണ്. എന്തൊക്കെയാണ് നേട്ടം എന്ന് ഭഗവാൻ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ വായിച്ചു. 49ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ആദ്യം തന്നെ ആ ജീവാത്മാവിന് താഴ്ന്ന നിലവാരത്തിലുള്ള കർമ്മങ്ങളിൽ നിന്നെല്ലാം പുറത്തു വരാൻ സാധിക്കും, മുക്തനാകാൻ സാധിക്കും. ദൂരേണ ഹെവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധോ ശരണമന്നിച്ച കൃപണ ഫലഹേതവ. ആ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ ഹ്യവരം അപരം കർമ്മ, താഴ്ന്ന നിലവാരത്തിലുള്ള കർമ്മങ്ങൾ, മനസ്സ് പറയുന്നതിനനുസരിച്ച് എല്ലാവിധ കർമ്മങ്ങളിലും ഒരു വ്യക്തി സാധാരണഗതിയിൽ വീണുപോകാറുണ്ട്. ശരീരത്തിനെയും മനസ്സിനെയും മറ്റുള്ളവരെയും ഒക്കെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്, അതേപോലെ മറ്റു ജീവികളെ കൊന്നു തിന്നുന്നത്, ഇങ്ങനെയുള്ള ഉപദ്രവകരമായിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള എല്ലാവിധ കർമ്മങ്ങളിൽ നിന്നും ഒരു വ്യക്തിക്ക് ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ വളരെ എളുപ്പത്തിൽ താൻ അറിയാതെ തന്നെ പുറത്തു വരാൻ സാധിക്കും. അത് ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒരു പ്രയോജനമായിട്ട് ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞു തന്നു. 49ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടതാണ്. പിന്നീട്
ഇതുവരെ സഞ്ചയിച്ചിട്ടുള്ള എല്ലാ കർമ്മങ്ങളെയും, പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മഫലങ്ങളെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളത് ബുദ്ധിയോഗത്തിന്റെ വലിയൊരു നേട്ടമാണ്. ഭഗവാൻ പറയുന്നുണ്ട്, ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃതി. സുഹൃതമായാലും ദുഷ്കൃതമായാലും പൂർവ്വജന്മത്തിൽ ധാരാളം കർമ്മഫലങ്ങൾ നമ്മൾ സഞ്ചയിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള കർമ്മഫലങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അടുത്ത ശരീരങ്ങളിലോ ഈ ശരീരത്തിലോ ഒക്കെ പുണ്യങ്ങളും പാപങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. അതിന് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ ഇനിയും വീണ്ടും വീണ്ടും തുടർച്ചയായി സ്വീകരിക്കേണ്ടി വരും. പക്ഷെ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള എല്ലാവിധ കർമ്മങ്ങളെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രഹ്മസംഹിതയിൽ പറയുന്ന പോലെ കർമാണി നിർദഹതി കിന്തുച്ച ഭക്തി ഭാജ. ഭക്തിയിൽ പ്രവർത്തിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് എല്ലാവിധ കർമ്മങ്ങളെയും നിർദഹതി കത്തിച്ചു കളയാൻ സാധിക്കും. അതും ബുദ്ധിയോഗത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവിധ കർമ്മങ്ങളെയും കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജീവൻ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം 51-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ആ ജീവൻ നശിച്ചു പോകുന്നില്ല, ജീവൻ എന്തായാലും നശിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ ഭഗവാൻ സാങ്കേയോഗത്തിലൂടെ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. നിത്യ സർവഗതസ്ഥാനം, ജീവൻ നിത്യനാണ്, ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേഹം മാത്രമാണ് നശിക്കുന്നത്. ദേഹി നിത്യമവദ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നഷ്ടം ശോചിതും അറസ്. എല്ലാ ശരീരത്തിലുമുള്ള ജീവനും ഒരിക്കലും ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ജീവനെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ് ആ ജീവന് പിന്നീട് സംഭവിക്കുക? അതാണ് 51-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം തിക്വാ മനീഷിന ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്തി അനാമയം. എല്ലാവിധ കർമ്മങ്ങളെയും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ബുദ്ധിയോഗത്തിന്റെ സഹായത്തോടു കൂടി, ബുദ്ധിയോഗത്തിൽ തുടർച്ചയായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ പൂർവ്വകർമ്മങ്ങളൊക്കെ ഇല്ലാതാക്കും. അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്തി അനാമയം. ഇനിയും ഒരു ജന്മം എടുക്കേണ്ട ആവശ്യം പിന്നീട് വരുന്നില്ല. കാരണം പുതിയ കർമ്മങ്ങളൊന്നുമില്ല. ഉദ്യോഗത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് പുതിയ കർമ്മങ്ങൾ ഉണ്ടാകുന്നുമില്ല. ഉദ്യോഗത്തിൽ ഒരുപാട് പ്രവർത്തനമുണ്ട്, പക്ഷെ അതിനൊന്നും കർമ്മഫലമില്ല, ഭൗതികമായിട്ടുള്ള കർമ്മഫലമില്ല. ഭൗതികമായിട്ടുള്ള കർമ്മഫലം, പുണ്യഫലമോ പാപഫലമോ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് പുതിയ ശരീരം എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഭൗതികമായിട്ടുള്ള കർമ്മഫലങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പുതിയൊരു ശരീരം എടുക്കേണ്ട ആവശ്യമില്ല. ജന്മബന്ധ വിനിർമുക്ത. അപ്പോൾ ആ ജീവൻ എന്ത് സംഭവിക്കും? പദം ഗച്ഛന്തി അനാമയം. ആ വ്യക്തിക്ക് പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് പോകാൻ സാധിക്കും. ഭഗവാന്റെ ധാമത്തിലേക്ക്, വൈകുണ്ഠ ലോകങ്ങളിലേക്ക് ആ വ്യക്തിക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആ വൈകുണ്ഠ ലോകത്തിന്റെ പ്രത്യേകതയും പറയുന്നുണ്ട്. എന്താണ് പ്രത്യേകത? അനാമയം. അനാമയം, ആമയമില്ലാത്ത സ്ഥലം എന്നാണ്. ആമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമയം, ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ സ്ഥലം. അതാണ് ആമയം. അസുഖം, അസുഖകരം. പക്ഷെ വൈകുണ്ഠ ലോകം അനാമയമാണെന്നാണ് പറയുന്നത്. ഒരിക്കലും ദുഃഖങ്ങളും ദുരിതങ്ങളും അവിടെ അനുഭവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ആ ജീവന് തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ നേട്ടമാണ്. ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നുള്ളൂ. പുണ്യകർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ പാപകർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ ഒരു വ്യക്തിക്ക് തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നല്ല ഭൗതിക ശരീരങ്ങൾ എടുക്കേണ്ടി വരും. പാപകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നരകീയ ലോകങ്ങളിലേക്കോ അല്ലെങ്കിൽ താഴ്ന്ന തരം ശരീരങ്ങളിലേക്കോ പോകേണ്ടി വരും. അങ്ങനെയാണ്. അപ്പോൾ ബുദ്ധിയോഗത്തിലൂടെ പ്രവർത്തിക്കുന്നതിലൂടെ കർമ്മങ്ങൾ ഇല്ലാതാക്കി ഇനിയൊരു ശരീരം എടുക്കാതെ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അവിടെ യാതൊരു ദുഃഖങ്ങളും ദുരിതങ്ങളും ആ ജീവൻ അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ ഭക്തന്മാർ ആ വൈകുണ്ഠ ലോകത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഭക്തന്മാരുടെ ലക്ഷ്യം വൈകുണ്ഠ ലോകങ്ങളാണ്, അല്ലെങ്കിൽ ഭഗവത് ധാമമാണ്, അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനമാണ്. ഈ ഒരു ഭൗതിക ലോകത്തിൽ ഉള്ള
അവസ്ഥകളെ മാറ്റാനല്ല ഒരിക്കലും ഭക്തൻ ശ്രമിക്കുന്നത് എന്നുള്ള ശ്ലോകവും ഭാഗവതത്തിൽ നിന്ന് ശിലപ്രഭാതർ എടുത്തു പറയുന്നുണ്ടായിരുന്നു. സമാശ്രിതായേ പദപല്ലവം പ്ലവം മഹത്പദം പുണ്യ യശോ മുരാരേ ഭവാംബുതിർ വത്സ്പദം പരംപദം പദം യത് വിപദാം നതേഷാം പദം പദം യത് വിപദാം നതേഷാം. ഓരോ സ്റ്റെപ്പിലും ഓരോ പദത്തിലും ആപത്തുകൾ പതിയിരിക്കുന്ന ഈ ഭൗതിക ലോകമല്ല ഒരു ഭക്തന്റെ ജീവിത ലക്ഷ്യം എന്നുള്ള കാര്യം ശിലപ്രഭാതർ എടുത്തു പറയുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ പറയുന്നതെല്ലാം ഈ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ പ്രത്യേകതകളാണ്, ബുദ്ധിയോഗത്തിന്റെ പ്രത്യേകതകളാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് ആ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. എന്താണ് ഒരു വ്യക്തിയുടെ ബുദ്ധിയിൽ, തീരുമാനങ്ങളിൽ ഒക്കെ ഉണ്ടാകുന്ന മാറ്റം, അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 52ാമത്തെ ശ്ലോകത്തിൽ യഥാതേ മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതസ്യ ശ്രുതസ്യ എന്നാണ് പറയുന്നത്. എന്താണ് ഭഗവാൻ പറയുന്നത് നോക്കാം. 52ാമത്തെ ശ്ലോകത്തിൽ 52ാം ശ്ലോകത്തിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. യഥാതേ മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ. ശ്ലോകം വായിച്ചോ. ഹരേ കൃഷ്ണ പ്രഭു. സിനി മാധവ്ജി വായിച്ചോ. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ബുദ്ധി വ്യാമോഹമാകുന്ന നിബിഡ വനത്തെ പിന്നിട്ട് കഴിയുമ്പോൾ കേട്ടതിനെ കുറിച്ചും കേൾക്കേണ്ടതിനെ കുറിച്ചും നീ ഉദാസീനതനായിത്തീരും. വിവർത്തനം ഭാവാർത്ഥം ഭാവാർത്ഥം ഭക്തന്മാരുടെ ജീവിത കഥകളിൽ അവർ ഭഗവത് സേവനത്തിൽ മുഴുകുകയിൽ വേദോക്തങ്ങളായ ചടങ്ങുകളിൽ ഉദാസീനരായതിന് നല്ല ഉദാഹരണങ്ങൾ വേണ്ടുവോളം ഉണ്ട്. കൃഷ്ണനെ കുറിച്ചും താനും കൃഷ്ണനുമായുള്ള ബന്ധത്തെ പറ്റിയും ശരിക്കറിയാവുന്ന ഒരാൾ അനുഭവസമ്പന്നനായാലും ബ്രാഹ്മണനായാലും ശരി ഫലോദിഷ്ട കർമ്മങ്ങളിൽ തീരെ ആശ്രിതനാകുന്നത് സ്വാഭാവികമാണ്. ഭക്തി പരമ്പരയിൽപ്പെട്ട ഒരു മഹാചാര്യനും ഉത്തമ ഭക്തനുമായ ശ്രീ മാധവേന്ദ്രപുരി പറയുന്നു: സന്ധ്യാവന്ദന ഭദ്രമസ്തു ഭവതോ ഭോ സ്നാനതുഭ്യം നമോ ബോധേവ പിതരശ്ച തർപ്പണ വിധൗ നാഹം ക്ഷമ്യതാം യത്ര കോപി നിഷേധ യാദവ കുലോത്തമസ്യ ഹംസദീക്ഷ സ്മാരമഘം ഹരാമി തദലം മന്യേകമന്യേന മേ. അല്ലയോ ത്രിസന്ധ്യ പ്രാർത്ഥനകളെ, നിനക്ക് മംഗളം. സ്നാനമേ നമസ്കാരം. ദേവന്മാരെ, പിതൃക്കളെ നിങ്ങൾ ആദരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, ക്ഷമിക്കണം. ഇന്ന് ഞാനിവിടെ ആയിരുന്നാലും യദുവംശോത്തമനായ കംസവൈരിയെ മാത്രം ഓർക്കുന്നു. ആ സ്മരണ കൊണ്ട് തന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും എനിക്ക് മുക്തനാകാം. മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. ആധ്യാത്മിക വിദ്യാഭ്യാസത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ പ്രാരംഭകർക്ക് വേദോക്തങ്ങളായ ക്രിയാനുഷ്ഠാനങ്ങൾ ഒഴിച്ചുകൂടാത്തവയാണ്. ദിവസം തോറും 3 നേരത്തെ പ്രാർത്ഥന, പ്രഭാത സ്നാനം, പിതൃതർപ്പണം എന്നിവ അതിൽ ഉൾപ്പെടുന്നു. എന്നാൽ പൂർണ്ണമായ കൃഷ്ണാവബോധത്തോടെയും ദിവ്യപ്രേമത്തോടെയും സേവനമനുഷ്ഠിക്കുന്നു. പൂർണ്ണത നേടിക്കഴിഞ്ഞതുകൊണ്ട് ഇവയിൽ ശ്രദ്ധിക്കാറില്ല. ശ്രീകൃഷ്ണ ഭഗവാനെ സേവിച്ച് വിജ്ഞാനവേദിയിലേറാൻ സാധിച്ച ഒരാൾക്ക് വേദവിഹിതങ്ങളായ തപസ്യകളോ യജ്ഞങ്ങളോ തുറന്നു പോകേണ്ടതില്ല. എന്ന് മാത്രമല്ല, വേദങ്ങളുടെ ഉദ്ദേശം തന്നെ കൃഷ്ണനിലേക്ക് നയിക്കലാണെന്ന് മനസ്സിലാക്കാതെ അത്തരം ചടങ്ങുകൾ അനുഷ്ഠിച്ചു വരുന്ന ആൾ സമയം പാഴാക്കുകയാണ് താനും. കൃഷ്ണാവബോധമാർന്ന മനുഷ്യൻ ശബ്ദബ്രഹ്മത്തെ അഥവാ വേദോപനിഷത്തുക്കളുടെ മേഖലയെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സിനി മാധവ്ജി. ഹരേ കൃഷ്ണ. അപ്പോൾ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാനുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടാകുന്നത് കൊണ്ട്, ഉദ്യോഗത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ടുള്ള നേരിട്ട് സമ്പർക്കത്തിൽ വരാൻ സാധിക്കും. ഭഗവാൻ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
മാത്രമല്ല എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങളിൽ ഉള്ള സംശയമെല്ലാം ആ വ്യക്തിക്ക് മാറിയിട്ടുണ്ടാകും. അങ്ങനെ ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഭഗവാനിലും ഭഗവാന്റെ സംരക്ഷണത്തിലും ഭഗവാന്റെ ഭക്തിയോഗത്തിലും വിശ്വാസം ഉറയ്ക്കും. അങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഒരു അന്ധമായിട്ടുള്ള വിശ്വാസമല്ല, ആ വ്യക്തിക്ക് അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന വിശ്വാസമാണ്. അന്ധമായി ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തെ അവലംബിച്ച് പ്രവർത്തിക്കുന്നതല്ല. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുവർത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു മാറ്റം, ആ അനുഭവത്തിലൂടെ ആ വ്യക്തിക്ക് ഭഗവാനിൽ പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ടാകും, ഭഗവാന്റെ സംരക്ഷണത്തിൽ വിശ്വാസമുണ്ടാകും. ആ സമയത്ത് മനസ്സിലാകും, ഭഗവാന്റെ സേവനം ചെയ്യുന്നതിലൂടെ തന്നെ എനിക്ക് ഏറ്റവും വലിയ നേട്ടമുണ്ടാകും, മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടും. ഭഗവാനിലും ഭഗവാന്റെ ഭക്തിയിലും വിശ്വാസം ഉറയ്ക്കുന്നത് വരെ മാത്രമേ വേദോക്തമായിട്ടുള്ള ചടങ്ങുകളുടെയൊക്കെ ആവശ്യമുള്ളൂ. കാരണം എല്ലാവിധ വേദങ്ങളുടെ ചടങ്ങുകളും നിർദ്ദേശങ്ങളും ഒക്കെ ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഗീതയിൽ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. വേദയിച്ച സർവേ അഹമേവ വേദ്യവും. എല്ലാവിധ വേദ നിയമങ്ങളും ചടങ്ങുകളും വേദത്തിലെ നിർദ്ദേശങ്ങളും യജ്ഞങ്ങളും തപസ്സുകളും പുണ്യകർമ്മങ്ങളും ഒക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഭഗവാനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കുന്നതിനും ഭഗവാന്റെ ഭക്തി സേവനത്തിലേക്ക് എത്തിക്കുന്നതിനും ആ ഭക്തി സേവനത്തിൽ വിശ്വാസം ഉറയ്ക്കുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ ഭക്തി സേവനത്തിൽ വിശ്വാസം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് വീണ്ടും താഴെ ഇറങ്ങി വന്ന് വേദത്തിലെ ചടങ്ങുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഭഗവാനിൽ പൂർണ്ണമായിട്ട് വിശ്വാസം ഉറച്ചിട്ടുള്ളത്. കപിലോപദേശത്തിൽ ദേവഹൂതി പറയുന്നുണ്ട് ഭഗവാനോട്, കപില ഭഗവാനോട്, അങ്ങയുടെ ദിവ്യമായിട്ടുള്ള നാമം, അങ്ങയുടെ നാമം ആരാണോ നിരന്തരമായിട്ട് ജപിക്കുന്നത്, അങ്ങനെ ഒരു വ്യക്തി നിരന്തരമായിട്ട് ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ആ വ്യക്തി പൂർവജന്മത്തിൽ എല്ലാ വേദശാസ്ത്രങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. വേദത്തിലൂടെ മുഴുവൻ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് എന്ന് ചർച്ചകളിലൂടെ വേദപഠനത്തിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം എല്ലാവിധ യജ്ഞങ്ങളും തപസ്സുകളും തീർത്ഥാടനങ്ങളും ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭഗവാന്റെ നാമം നിരന്തരം ജപിക്കാൻ സാധിക്കുന്നത് എന്ന് അവിടെ പറയുന്നു. അപ്പോൾ ഭഗവാന്റെ നാമത്തിൽ വിശ്വാസം ഉറച്ച് ഭഗവാന്റെ നാമം നിരന്തരമായി ജപിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല. അതിന് ഭഗവാനിലും ഭഗവാന്റെ നാമത്തിലും അത്രയ്ക്കും വിശ്വാസം ഉണ്ടായിരിക്കണം. അത് വരുന്നത് ഒരുപാട് ജന്മത്തിലൂടെയാണ്, ഒരുപാട് ജന്മത്തിലെ വേദപഠനത്തിലൂടെയാണ് എന്ന് ശാസ്ത്രങ്ങളിൽ, ഭാഗവതത്തിൽ, ഭഗവത്ഗീതയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു നിലവാരത്തിൽ എത്തിയിട്ടുള്ള വ്യക്തി, ഭക്തി സേവനത്തിൽ വിശ്വാസം ഉറച്ചൊരു വ്യക്തി, ബുദ്ധിയോഗത്തിൽ വിശ്വാസം ഉറച്ച വ്യക്തിക്ക് പിന്നീട് വേദത്തിലെ ചടങ്ങുകളിലൊന്നും വലിയ താല്പര്യം ഉണ്ടാവുകയില്ല. കാരണം അതിന്റെ ലക്ഷ്യം മനസ്സിലാക്കി. അതിന്റെ ലക്ഷ്യം എന്താണ്? ഭഗവാനെ സേവിക്കുക, ഭഗവാന്റെ മഹാത്മ്യങ്ങൾ മനസ്സിലാക്കുക, ഭഗവാനെ കീർത്തിക്കുക. അതാണ് ആ വേദചടങ്ങളുടെയും വേദങ്ങളിലെ നിർദ്ദേശങ്ങളുടെയും ഒക്കെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് പിന്നീട് വീണ്ടും വേദത്തിലെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി ആ വ്യക്തിക്ക് താല്പര്യമുണ്ടാവില്ല എന്നാണ് അവിടെ ഭഗവാൻ പറയുന്നത്. യഥാ ഗന്ധാസി നിർവേദം ശ്രോതഭ്യസ്യ ശ്രുതസ്യ. കാരണം എല്ലാ വേദങ്ങളിലുള്ള നിർദ്ദേശം എന്തിനാണ്? ഭൗതിക ലോകത്തിൽ എങ്ങനെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം, ഐശ്വര്യം ഉണ്ടാക്കാം എന്നാണ് വേദത്തിലെ മുഴുവൻ 90% ഭാഗവും പറയുന്നത്. ത്രൈഗുണ്യ വിഷയ വേദ, ഈ ഭൗതിക ലോകത്തിലെ കാര്യം തന്നെയാണ് വേദങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ 14 ലോകങ്ങളിൽ പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ ദുരിതങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്. ദേവന്മാർ പോലും വലിയ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ദേവേന്ദ്രൻ പോലും സുഖമായിട്ടിരിക്കുന്നില്ല ഇന്ദ്രലോകത്തിൽ. എപ്പോഴും പേടിയാണ്, പേടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും അസുരൻ വന്ന് ആക്രമിക്കുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി തപസ് ചെയ്ത് എന്റെ സ്ഥാനം കൈയടക്കുമോ. അല്ലെ, പൃഥ്വിരാജാവ് 100ാമത്തെ അശ്വമേധ യാഗം നടത്താൻ പോയ സമയത്ത് ഇന്ദ്രന് വലിയ പേടിയായി. കാരണം എന്താണ്? എന്റെ സ്ഥാനം പെട്ടുപോകുമോ.
100 അശ്വമേധ യാഗം നടത്തി കഴിഞ്ഞാൽ ഇന്ദ്രപദവി കിട്ടും. അപ്പോൾ ഇന്ദ്രന് പോലും അവിടെ സ്വസ്ഥതയില്ല. അപ്പോൾ പിന്നെ സ്വർഗത്തിലേക്ക് പോയിട്ട് എന്താണ് കാര്യം? അപ്പൊ മറ്റു ലോകങ്ങളിലെ ഉയർന്ന ലോകങ്ങളിൽ പോലും ഭൗതിക ലോകത്തിലായതുകൊണ്ട് അവിടെയും സമാധാനമില്ല, യഥാർത്ഥ സന്തോഷമില്ല. അവിടെയും മത്സരമുണ്ട്, അവിടെയും അസൂയയുണ്ട്, അവിടെയും തെറ്റിദ്ധാരണകളുണ്ട്. യഥാർത്ഥ സമാധാനം അവിടെയല്ല എന്നൊരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് ബുദ്ധിയോഗത്തിന്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും യജ്ഞം ചെയ്യാനും സ്വർഗത്തിലേക്ക് പോകാനും അല്ലെങ്കിൽ ഐശ്വര്യങ്ങൾ നേടാനും ഒരു വ്യക്തി മുതിരുന്നില്ല എന്നാണ് പറയുന്നത്. ഭക്തി ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാകും, അതുകൊണ്ട് മറ്റുള്ള ചടങ്ങുകളൊന്നും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മറ്റ് ചടങ്ങുകളിൽ ഒരു ഉദാസീനതയുണ്ടാകും. അതിനാണ് നിർവേദം എന്ന് ഇവിടെ പറയുന്നത്. യഥാ തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ. ഭക്തി മാത്രം ചെയ്താൽ മതി, എനിക്ക് പൂർണ്ണത നേടാൻ സാധിക്കും, മറ്റുള്ള കാര്യങ്ങൾ ഞാൻ ഓടി നടന്ന് എല്ലാം കൂടി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ബുദ്ധി ഉറയ്ക്കും. ഭഗവാന്റെ പാദത്തിൽ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കും. ഭഗവാനാണ് എന്നെ രക്ഷിക്കുന്നത്, ഭഗവാൻ എന്താണോ വിചാരിക്കുന്നത് അതിനനുസരിച്ച് പോയാൽ മതി എന്ന് ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടും. അപ്പോൾ ആ വ്യക്തിക്ക് സമാധാനമുണ്ടാകും. ഭഗവാന്റെ ഭക്തി സമാധാനത്തോടുകൂടി ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു അവസ്ഥയാണ് നിർവേദ അവസ്ഥ എന്നിവിടെ ഭഗവാൻ പറയുന്നത്. എല്ലാവിധ വേദനിർദ്ദേശങ്ങളെയും ആ വ്യക്തി അതിക്രമിച്ചു കഴിഞ്ഞു, അതിന്റെ ഉപരി അവസ്ഥയിൽ ആ വ്യക്തി എത്തിക്കഴിഞ്ഞു. എനിക്ക് ഭഗവാനെ മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല എന്നുള്ള നിലവാരത്തിൽ ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം ഉറയ്ക്കും എന്നാണ് പറയുന്നത്. ഉദ്യോഗത്തിന്റെ സഹായത്തോടു കൂടി ആ അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കും. യഥാർത്ഥേ മോഹകലിലം ബുദ്ധിർ വ്യതിധരിഷ്യസി തഥാ ഗന്ധാസി നിർവേദം ശ്രോതസ്യ ശ്രുതസ്യ. അതുവരെ ബുദ്ധി മോഹത്തിന്റെ കാട്ടിൽ പെട്ടുപോയതുപോലെയാണ്. വലിയ വനത്തിൽ കലിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടാണ്. മോഹകലിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ. എന്താണ് തെറ്റിദ്ധാരണ? എന്താണ് മോഹം? ഈ ലോകത്തിൽ തന്നെ എനിക്ക് സുഖമായിട്ട് ജീവിക്കാം, എന്റെ അവസ്ഥ മാറിയാൽ മതി, എന്റെ ഇപ്പോഴുള്ള അവസ്ഥ മാറി വേറൊരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മോഹം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ബുദ്ധിയോഗത്തിന്റെ സഹായത്തോടു കൂടി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഈ ഭൗതിക ലോകത്തിൽ സുഖവും സമാധാനവും നേടാൻ സാധിക്കുന്നില്ല. ഈ ഭൗതിക ലോകത്തിന്റെ യഥാർത്ഥ സ്വഭാവം ആ വ്യക്തിക്ക് മനസ്സിലാവും. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഭാഗവതത്തിൽ ഇതേ കാര്യം പറയുന്നുണ്ട്. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം യത് ഹൈതുകം. ഭഗവാൻ വാസുദേവനിൽ ഭക്തി ചെയ്താൽ, വാസുദേവേ ഭഗവതി, വാസുദേവന്റെ ഭക്തിയാണ് ഇവിടെ ബുദ്ധിയോഗം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത. ആ ഭക്തിയോഗം ചെയ്യുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം യത് അഹൈതുകം. ഭഗവാന്റെ അഹൈതുകമായിട്ടുള്ള കാരുണ്യം കൊണ്ട് ആ വ്യക്തിക്ക് ജ്ഞാനമുണ്ടാകും, അതുകൊണ്ട് തന്നെ വൈരാഗ്യവും ഉണ്ടാകും. എന്താണ് ജ്ഞാനം? ഈ ഭൗതിക ലോകത്തിൽ എവിടെയും സുഖമില്ല, ഈ ഭൗതിക ലോകത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകും. അതാണ് ജ്ഞാനം. ആ ജ്ഞാനവും ഉണ്ടാകും, വൈരാഗ്യവും ഉണ്ടാകും. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഭൗതിക നേട്ടങ്ങൾ വേണമെന്ന് ആഗ്രഹമില്ലാത്ത അവസ്ഥ ഉണ്ടാകും. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്നതാണ്, ബുദ്ധിയോഗം കൊണ്ടുണ്ടാകുന്നതാണ്, ബുദ്ധിയോഗം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് ഏതെങ്കിലും പുസ്തകം പഠിച്ചുണ്ടാകുന്നതല്ല. അത് ഭഗവാൻ ബോധ്യപ്പെടുത്തി കൊടുക്കും. പരമാത്മാ രൂപത്തിലിരുന്ന് ആ ജീവന് അകത്തു നിന്നും പുറത്തു നിന്നും ഇരുന്നു കൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ആ വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ശരണത്തിലേക്ക് വരാൻ സാധിക്കും, മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും സാധിക്കുമെന്നാണ് പറയുന്നത്. അതിനാണ് ഇവിടെ ഭഗവാൻ നിർവേദാവസ്ഥ എന്ന് പറയുന്നത്. തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ. പിന്നെ ആളുകൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല, നിനക്ക് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും, അത് നേടാമായിരുന്നു, ഇത് നേടാമായിരുന്നു എന്ന് പറഞ്ഞാലൊന്നും കുഴപ്പമില്ല. അത് സാരമില്ല, നിങ്ങൾ ചെയ്തോളൂ, ഞാൻ ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അങ്ങനെ ആ ഒരു ഉറപ്പുണ്ടാകും, വിശ്വാസം ഉണ്ടാകും.
അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്ന സമയത്ത് വലിയ സംശയം ഉണ്ടാകും. ഓ, എനിക്ക് തെറ്റിപ്പോയോ? ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ? ഞാൻ ശരിയായ മാർഗത്തിലല്ലേ പോകുന്നത്? ഭക്തി ചെയ്ത് എന്റെ സമയം പാഴായി പോകുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാകും. ആ സംശയങ്ങളൊക്കെ മാറി ഭക്തിയിൽ തന്നെ, ഉദ്യോഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ആ നിർവേദ അവസ്ഥയിലേക്ക് ശ്രോതവ്യസ്യ ശ്രുതസ്യ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ സംസാരത്തിന്റെ വനം, മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾക്ക് വലിയ സംശയങ്ങൾ ഉണ്ടാവും, വലിയ ഉത്കണ്ഠയുണ്ടാകും. അതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും, അതിന്റെ അപ്പുറത്തേക്ക് എത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. യഥാർത്ഥ മോഹകലിലം ബുദ്ധി വ്യതിരിച്ച് ആ ബുദ്ധിയുടെ സഹായത്തോടു കൂടി, ഭഗവാൻ തരുന്ന ബുദ്ധിയുടെ സഹായത്തോടു കൂടി, ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ സഹായത്തോടു കൂടി ആ വലിയ കാടിനെ, മോഹകലിലം, മോഹമാകുന്ന ആ വനത്തെ ഒരു വ്യക്തിക്ക്, ജീവാത്മാവിന് പിന്നിടാൻ സാധിക്കും, അതിന്റെ പുറത്തെത്താൻ സാധിക്കും, കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, സംശയങ്ങളൊക്കെ ഇല്ലാതാകും. ഇത് മാത്രം മതി, എനിക്ക് ഭക്തിയോഗം മാത്രം മതി എന്ന് ഉറച്ച് വിശ്വസിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതും ബുദ്ധിയോഗത്തിന്റെ ഒരു വലിയ നേട്ടമായിട്ട് ഭഗവാൻ എടുത്തു പറയുന്നു. ആ സംശയങ്ങളൊക്കെ ഉറച്ച് ഭഗവാന്റെ പാദത്തിൽ തന്നെ, സംശയങ്ങളൊക്കെ ഇല്ലാതായി ഭഗവാന്റെ പാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ ബുദ്ധി, ഭഗവാനിൽ ഉറച്ച ബുദ്ധിയെയാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സമാധാ ബുദ്ധി, ചലിക്കാത്ത ബുദ്ധി, ഭഗവാനിൽ ഉറച്ച ബുദ്ധി ലഭിക്കും എന്നാണ് പറയുന്നത്. അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 53-ാമത്തെ ശ്ലോകം. ശ്രുതി വിപ്രതിപന്നാതെ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാവചലാ ബുദ്ധി തഥാ യോഗം അവാപ്സ്യതി. നമുക്ക് വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. 53-ാമത്തെ ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി വായിച്ചോട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രുതി വിപ്രതിപന്നാദേ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാവചല ബുദ്ധി തഥാ യോഗമവാപ്സ്യസി. എപ്പോൾ നിന്റെ മനസ്സെ വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങൾക്ക് വശപ്പെടാതെ ആത്മസാക്ഷാത്കാരത്തിനായി ഉറച്ചു നിൽക്കുന്നുവോ, അപ്പോൾ നീ ദിവ്യാവബോധം കൈവരിച്ചു കഴിഞ്ഞവനാകുന്നു. ഭാവാർത്ഥം: സമാധിസ്ഥനായി എന്നതിനെ പൂർണ്ണമായും കൃഷ്ണാവബോധം നേടിയവൻ എന്നാണ് അർത്ഥം. പൂർണ്ണ സമാധി കൈവരിച്ച മനുഷ്യൻ ബ്രഹ്മത്തെയും പരമാത്മാവിനെയും ഭഗവാനെയും അറിഞ്ഞു കഴിഞ്ഞു. താൻ കൃഷ്ണന്റെ നിത്യദാസനാണെന്നും കൃഷ്ണാവബോധപൂർവം കർമ്മങ്ങൾ ചെയ്യുക മാത്രമാണ് തന്റെ കടമയെന്നും അറിയുന്നതാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ പരമകാഷ്ഠ. കൃഷ്ണാവബോധമാർന്നവൻ അല്ലെങ്കിൽ ഭഗവാന്റെ അചഞ്ചല ഭക്തൻ വേദങ്ങളുടെ അലങ്കാര വാക്കുകൾക്ക് വശപ്പെടുകയോ സ്വർഗലോകം കാക്ഷിച്ച് കാമ്യകർമ്മങ്ങൾ ചെയ്യുകയോ അരുത്. കൃഷ്ണാവബോധത്തിൽ മുഴുകിയ ഒരാൾക്ക് കൃഷ്ണനുമായി നേരിട്ട് സമ്പർക്കം പുലർത്താം. ആ അതീന്ദ്രിയാവസ്ഥയിൽ കൃഷ്ണനിൽ നിന്ന് നേരിട്ട് ഉപദേശങ്ങൾ സ്വീകരിക്കുകയുമാവാം. ആ വിധമുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും സഫലമാവുമെന്നും ആത്യന്തിക വിജ്ഞാനത്തിലേക്ക് നയിക്കുമെന്നും തീർത്തു പറയാം. കൃഷ്ണന്റെ അഥവാ അവിടുത്തെ പ്രതിനിധിയായ ആത്മീയ ഗുരുവിന്റെ ആജ്ഞകൾ അനുസരിക്കുകയെ ഭക്തൻ ചെയ്യേണ്ടതുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ലീല മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, ആ ഉറച്ച ബുദ്ധിയിൽ സ്ഥിതി ചെയ്യുമ്പോഴുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. അതിനൊരു പേര് ഭഗവാൻ പറയുന്നു, സമാധാവചലാ ബുദ്ധി. സമാധാവചലാ ബുദ്ധി, അചലമായിട്ടുള്ള ബുദ്ധി, ഭഗവാന്റെ പാദത്തിൽ ഉറച്ചിട്ടുള്ള ആ ബുദ്ധി. തഥാ യോഗം അവാപ്സ്യസി. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉറച്ചു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ടുള്ള യോഗം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഭഗവാനുമായിട്ടുള്ള സമ്പർക്കം നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ഭക്തൻ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ശ്രുതി വിപ്രതിപന്നാദേ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാവചലാ ബുദ്ധി തഥാ യോഗം അവാപ്സ്യസി. ഇപ്പൊ ശിലപ്രഭാതർ പറയുന്നുണ്ട്, ആ അവസ്ഥയിൽ കൃഷ്ണാബോധത്തിൽ മുഴുകിയ ഒരാൾക്ക് കൃഷ്ണനുമായി നേരിട്ട് സമ്പർക്കം പുലർത്താം. ആ വ്യക്തിക്ക് ഭഗവാന്റെ സംരക്ഷണം നേരിട്ട് അനുഭവപ്പെടാൻ സാധിക്കും. എന്താണ് ഭഗവാന്റെ സംരക്ഷണം? തെറ്റായിട്ടുള്ള കർമ്മങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഭഗവാൻ തന്നെ ആ ഭക്തനെ സഹായിക്കും. ഭഗവാൻ പറയുന്നുണ്ട്,
യോഗക്ഷേമം മഹാമ്യം. ഒരു വ്യക്തിയുടെ യോഗവും ക്ഷേമവും ഞാൻ തന്നെ നോക്കിക്കോളാം. നമ്മെ ഭക്തപ്രണശ്യതി, എന്റെ ഭക്തൻ ഒരിക്കലും പരാജയപ്പെട്ടു പോകുന്നില്ല. പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും മായയ്ക്ക് അടിമപ്പെട്ടു പോകുന്നതാണ് പരാജയം എന്ന് പറയുന്നത്, അല്ലെ? വീണ്ടും മായയ്ക്ക് അടിമപ്പെട്ട് വീണ്ടും വീണ്ടും പുതിയ ശരീരങ്ങൾ എടുക്കുന്നതാണ് പരാജയം. എന്താണ് വിജയം എന്ന് പറയുന്നത്? ഭഗവാന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതാണ് വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിജയത്തിലേക്ക്, അന്തിമമായിട്ടുള്ള വിജയത്തിലേക്ക് എത്താൻ ആര് തന്നെ സഹായിക്കും? ഭഗവാൻ തന്നെ സഹായിക്കും. ഓരോ സ്റ്റെപ്പിലും, ഓരോ ഘട്ടത്തിലും ആ ഭക്തൻ എടുക്കേണ്ട തീരുമാനം എന്താണ്? എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? ഏതാണ് തെറ്റ്, ഏതാണ് ശരി? ഇതൊക്കെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ ആ ഭക്തനെ ഭഗവാൻ തന്നെ സഹായിക്കാം. ഭഗവാന്റെ ബുദ്ധിയോഗത്തിൽ ഉറച്ചു നിൽക്കുന്ന, ഭഗവാന്റെ സേവനങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന വ്യക്തിക്ക് ഭഗവാൻ നേരിട്ട് മാർഗനിർദ്ദേശം നൽകുമെന്നാണ് ഇവിടെ പറയുന്നത്. അത് വ്യക്തിക്ക് മനസ്സിലാവും, ഞാൻ ചെയ്തത് തെറ്റായി പോയി, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതാണ്, ഇത് ശരിയായിട്ടുള്ള മാർഗമാണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പകൽ വെളിച്ചം പോലെ ആ വ്യക്തിക്ക് ബോധ്യപ്പെടും. അപ്പോൾ സംശയങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ആ അവസ്ഥയിൽ ഞാൻ ഭഗവാന്റെ സേവകനാണ്, ഭഗവാന്റെ സേവകൻ എന്നുള്ള സ്ഥാനമാണ് എനിക്ക് കിട്ടേണ്ടത്, അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ആ ഭക്തനും വലിയ സമാധാനം ഉണ്ടാകും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചിലപ്പോ ചില സമയത്ത് ഞാനും ഈശ്വരനാണ്, എനിക്കും ഈശ്വരനാകണം, എനിക്കും കൃഷ്ണനാകണം, എനിക്കും ഈശ്വരനെ പോലെ ആകണം എന്നൊക്കെയുള്ള ചിന്താഗതിയാണുള്ളതെങ്കിൽ ആ വ്യക്തിക്ക് ആ സമാധാനം, ആ സമാധി അവസ്ഥ ഉണ്ടാകുന്നില്ല. എന്തോ നേടാനുണ്ട്, കൂടുതൽ എന്തോ നേടാനുണ്ട് എന്നുള്ള അവസ്ഥയായിരിക്കും ആ ജീവാത്മാവിനുണ്ടാകുക. പക്ഷേ എന്റെ മൂലസ്വരൂപം ഭഗവാന്റെ സേവകനാണ്. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. എല്ലാ കാലത്തും ജീവാത്മാവും ഭഗവാന്റെ അംശം തന്നെയാണ്. അത് ഭഗവാന്റെ സേവനമാണ്. അതുകൊണ്ട് ഭഗവാന്റെ സേവനം ലഭിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് ഉറച്ചു കഴിഞ്ഞ വ്യക്തിക്ക് സമാധാനപൂർവം ഭഗവാന്റെ സേവനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തിക്ക് മറ്റൊന്നിന്റെയും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മറ്റൊന്നിനും വേണ്ടിയല്ല ആ വ്യക്തി ഭക്തി ചെയ്യുന്നത്. വേറെന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ വേണ്ടിയല്ല ആ വ്യക്തി ഭക്തി ചെയ്യുന്നത്. ആ വ്യക്തിക്ക് എന്താണ് വേണ്ടത്? ഭഗവാന്റെ തൃപ്തിയാണ്. ഞാൻ ചെയ്യുന്നത് ഭഗവാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതാണ് വേണ്ടത്. ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രാർത്ഥന അതാണ്, അല്ലെ? ന ധനം ന ജനം ന സുന്ദരി കവിതാംബ ജഗദീശ കാമയെ മമ ജന്മനി ജന്മനീശ്വരേ ഭഗവത് ഭവതാ ഭക്തിർ ഹൈതുകി ത്വയി. എനിക്ക് ധനത്തിന്റെയോ അല്ലെങ്കിൽ ജനത്തിന്റെയോ, ഒരുപാട് അനുയായികളുടെയോ അല്ലെങ്കിൽ സമ്പത്തിന്റെയോ ഒന്നും ആവശ്യമില്ല. എനിക്കെന്താണ് ആവശ്യം? ഭഗവാന്റെ പാദത്തിലുള്ള സേവനമാണ് ആവശ്യം. ജന്മനീശ്വരി ഭവതാ ഭക്തിർഹൈതുകി. എനിക്ക് മുക്തി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇനിയുള്ള ജന്മങ്ങളിലും ഭഗവാന്റെ ഭക്തി കിട്ടിയാൽ മതി എന്നാണ് ചൈതന്യ മഹാപ്രഭു പ്രാർത്ഥിക്കുന്നത്. ആ ഒരു അവസ്ഥയാണ്, ഭഗവാന്റെ ഭക്തി നേടുന്നതാണ് ഏറ്റവും വലിയ ജീവിതത്തിന്റെ നേട്ടം എന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട് മറ്റൊന്നിനു വേണ്ടിയല്ലാതെ സ്വാഭാവികമായിട്ട്, സമാധാനപരമായിട്ട്, സന്തോഷമായിട്ട് ഭക്തി ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് സമാധാവചനാഭക്തി. എനിക്ക് ഭഗവാന്റെ പാദങ്ങൾ മാത്രം മതി, എനിക്ക് ഭഗവാന്റെ സേവനം മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല എന്നുള്ള ഒരവസ്ഥയിൽ ആ വ്യക്തിക്ക് യോഗം, ഭഗവാന്റെ നേരിട്ടുള്ള സമ്പർക്കം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ നേരിട്ടുള്ള സമ്പർക്കം ആ വ്യക്തിക്ക് അനുഭവപ്പെടും. അങ്ങനെ ആ ഒരു അവസ്ഥയിലെത്തിയ വ്യക്തി വീണ്ടും പതിച്ചു പോകുന്നില്ല, താഴോട്ട് വീണു പോകുന്നില്ല, ഭൗതികതയിലേക്ക് വീണു പോകുന്നില്ല. കാരണം ആ വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞു. സമാധാവചലാബുദ്ധി, ആ ബുദ്ധി പിന്നെ ചലിക്കുന്നില്ല, വീണ്ടും മനസ്സിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. കാരണം നേരിട്ട് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ആ ജീവന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ശ്രുതി വിപ്രതിപന്നാതെ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാവചലാബുദ്ധി തഥാ യോഗം അവാം. നേരിട്ട് ഭഗവാനുമായിട്ടുള്ള സമ്പർക്കം ആ വ്യക്തിക്ക് കിട്ടും.
അപ്പൊ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ശീലപ്രഭാതർ പറയുന്നുണ്ട്. കൃഷ്ണന്റെ അഥവാ അവിടുത്തെ പ്രതിനിധിയായ ആത്മീയ ഗുരുവിന്റെ ആജ്ഞകൾ അനുസരിക്കുകയെ ഭക്തൻ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നത്? അതിനുള്ള വഴിയാണ് പറയുന്നത്. കൃഷ്ണന്റെ അഥവാ അവിടുത്തെ പ്രതിനിധിയായ ആത്മീയ ഗുരുവിന്റെ ആജ്ഞകൾ അനുസരിക്കുകയെ ഭക്തൻ ചെയ്യേണ്ടത്. എന്താണോ ആത്മീയ ഗുരു നിർദ്ദേശിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ആത്മീയ ഗുരുവായിട്ടിരിക്കുന്നത് ശീലപ്രഭുപാദരാണ്. ശീലപ്രഭുപാദർ എന്താണ് നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. ആ പ്രവർത്തനങ്ങൾ അങ്ങനെ കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും വിജയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ആ വിധമുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും സഫലമാകുമെന്നും ആത്യന്തിക വിജ്ഞാനത്തിലേക്ക് നയിക്കുമെന്നും തീർത്തു പറയാം. ഭഗവാന്റെ സേവനത്തിനായിട്ട് ഭഗവാന്റെ തൃപ്തിക്കായിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ആത്യന്തികമായിട്ട് വിജയത്തിലേക്ക് എത്തും. ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾക്ക് അതിന്റെ ഫലം അറിയില്ലെങ്കിലും ആത്യന്തികമായിട്ട് അതിന് വിജയം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഭഗവാന്റെ സേവനം കുറച്ചെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വിജയമാണ്, അത് സഫലമാകും, അതിന് യാതൊരു സംശയമില്ല എന്നാണ് ഇവിടെ ശീലപ്രഭാതർ പറയുന്നത്. ആത്യന്തിക വിജ്ഞാനത്തിലേക്ക് നയിക്കുമെന്നും തീർത്തു പറയാമെന്നാണ് പറയുന്നത്. അതിന് യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. പക്ഷെ തുടക്കത്തിൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ മായ നമ്മളെ പല രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട് അല്ലെ? ഭക്തിയിലേക്ക് വരുന്ന സമയത്ത് മായ ഭയപ്പെടുത്തി പല രീതിയിലും മറ്റുള്ളവരിലൂടെ, നമ്മുടെ ചുറ്റുപാടിലൂടെ, കുടുംബാംഗങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, നാട്ടുകാരിലൂടെ ഒക്കെ ഭയപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ അതിനെയൊക്കെ ഭഗവാന്റെ സഹായത്തോടുകൂടി, ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ബുദ്ധിയോഗത്തിന്റെ സഹായത്തോടുകൂടി അതിനെയൊക്കെ മറികടക്കാൻ സാധിക്കുമെന്നാണ് ഈ ഭാഗത്തിൽ പറയുന്നത്. യഥാതേ മോഹകലിലം ബുദ്ധിയെ വ്യതിധരിഷ്ഠി, ബുദ്ധിയുടെ സഹായത്തോടുകൂടി ആ വ്യക്തിക്ക് അതിനെയൊക്കെ മറികടന്ന് ആത്യന്തികമായിട്ടുള്ള വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വിജയത്തിൽ എത്തിയ വ്യക്തിയാണ് ഭഗവാൻ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. സ്ഥിതപ്രജ്ഞൻ, ബുദ്ധി ഉറച്ചവൻ, ഭഗവാന്റെ സേവനത്തിൽ ബുദ്ധി ഉറച്ചവൻ. പിന്നെ അവൻ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും, ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഭക്തിയിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. ആ സ്ഥിതപ്രജ്ഞനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഇത് കേട്ട സമയത്ത് അർജുനൻ ചോദിക്കുന്നുണ്ട്, ആ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണ്? ആ വ്യക്തി എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു വ്യക്തി സ്ഥിതപ്രജ്ഞനാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിന്റെ ലക്ഷണം എന്തൊക്കെയാണ് എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അതാണ് അടുത്ത ശ്ലോകം. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത ഹിമാസീത വ്രജേത കിം. അർജുനൻ ചോദിക്കുന്നതാണ്. ഭഗവാൻ ഇങ്ങനെ ഒരു സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറഞ്ഞു. ഭഗവാനിൽ പൂർണ്ണമായിട്ടും ഭക്തിയുറച്ച വ്യക്തി, ഭഗവാനുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന വ്യക്തി, ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ആ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ആ വ്യക്തിയുടെ ജീവിത രീതി എന്താണ് എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട്. കാരണം ഞാനും ഭഗവാന്റെ ഭക്തനാണ് എന്ന് പറഞ്ഞ് പല വ്യക്തികളുണ്ടാവും. പക്ഷെ അവരുടെ ജീവിതത്തിൽ ആ ലക്ഷണം പ്രകടിപ്പിക്കണം. അല്ല, അവരുടെ ജീവിതം അതിനനുസരിച്ച് തന്നെ ആയിരിക്കണം. ആ ലക്ഷണങ്ങളെ കുറിച്ചാണ് അർജുനൻ ചോദിക്കുന്നത്. അർജുനൻ അത് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ അർജുനൻ ചോദിക്കുകയാണ്, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. നമുക്ക് വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഇത് 54 ശ്ലോകം. ശ്ലോകം വിവർത്തനം വായിച്ചോളൂ. യെസ്, ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, പ്രേമ വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. അർജുനൻ ചോദിച്ചു, അല്ലയോ കൃഷ്ണ, ദിവ്യാവബോധസ്ഥിതനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? അദ്ദേഹത്തിന്റെ ഭാഷ എന്ത്? സംസാരവും ഇരിപ്പും നടപ്പും എങ്ങനെയിരിക്കും? ഭാവാർത്ഥം.
പരിതസ്ഥിതികളനുസരിച്ച് ഓരോരുത്തരിലും വെവ്വേറെ ലക്ഷണങ്ങൾ കാണും. കൃഷ്ണാവബോധം എന്ന ആൾക്കും സംഭാഷണത്തിലും നടപ്പിലും ഇരിപ്പിലും വിചാരത്തിലും പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ഒരാൾ ധനികനാണെന്നോ രോഗിയാണെന്നോ വിദ്വാനാണെന്നോ ലക്ഷണങ്ങളെ കൊണ്ട് മനസ്സിലാക്കാം. അതുപോലെ കൃഷ്ണാവബോധം ഉറച്ചവർക്കും പെരുമാറ്റത്തിൽ സവിശേഷ ലക്ഷണങ്ങളുണ്ട്. ഭഗവത്ഗീതയിൽ അവയെപ്പറ്റി പ്രതിപാദിക്കുന്നു. ഓരോരുത്തർക്കും അതിൽ നിന്ന് തനിക്കുള്ള ലക്ഷണങ്ങൾ ഏതെല്ലാം എന്ന് ഗ്രഹിക്കാം. കൃഷ്ണാവബോധമാർന്ന ഒരാൾ എങ്ങനെ സംസാരിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. എന്തെന്നാൽ ഏതൊരാളുടെയും വൈശിഷ്ട്യത്തിന്റെ മാനദണ്ഡം സംഭാഷണമത്രേ. സംസാരിച്ചു തുടങ്ങുമ്പോഴേ ഒരു വിഡ്ഢിയെ തിരിച്ചറിയാൻ കഴിയൂ എന്നൊരു പഴമൊഴിയുണ്ട്. മൗനിയായിരിക്കെ ഒരാളെ വിഡ്ഢിയെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്, വിശേഷിച്ചും നല്ലവണ്ണം വസ്ത്രധാരണം ചെയ്ത ഒരു വിഡ്ഢിയെ. പക്ഷേ സംസാരിച്ചു തുടങ്ങിയാൽ ഉടനെ ആ രഹസ്യം വെളിപ്പെടും. കൃഷ്ണാവബോധമാർന്നവരുടെ മുഖ്യ ലക്ഷണം അവർ കൃഷ്ണനെക്കുറിച്ചും കൃഷ്ണസംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും മാത്രം സംസാരിക്കുന്നു എന്നതാണ്. താഴെ വിവരിക്കും പ്രകാരം മറ്റു ലക്ഷണങ്ങളും തനിയെ വന്നുകൊള്ളും. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രേമ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളും ഉണ്ടാകുമെന്നാണ്. അല്ലെ, ഒരു വ്യക്തി ധനികനാണെങ്കിൽ, ധനികനാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അല്ലെ, എനിക്ക് ധാരാളം പൈസയുണ്ട്, എൻ്റെ ബാങ്കിൽ ദിവസവും ലക്ഷക്കണക്കിന് രൂപ വരുന്നുണ്ട് എന്നൊക്കെ ഒരു വ്യക്തി വെറുതെ പറഞ്ഞു നടന്നതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളും ഉണ്ടാകും. അദ്ദേഹത്തിന് ധാരാളമായി പണം യാതൊരു മടിയുമില്ലാതെ ചെലവഴിക്കാൻ സാധിക്കും. അതേപോലെ അദ്ദേഹം ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതൊക്കെ നല്ല വിലപിടിപ്പുള്ള വസ്തുക്കൾ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. അതൊക്കെ ഒരു ധനികന്റെ ലക്ഷണമാണ്. ലക്ഷണം കൊണ്ട് നമ്മൾക്ക് ഒരു വ്യക്തി ധനികനാണോ അല്ലയോ എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തി സംസാരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിന്റെ ലക്ഷണങ്ങൾ കൂടി കാണണം എന്നതാണ്. ഒരു വ്യക്തി ജ്ഞാനിയാണെങ്കിൽ, ജ്ഞാനമുണ്ടെങ്കിൽ വെറുതെ ജ്ഞാനിയാണെന്ന ഒരു വ്യക്തി സംസാരിച്ചത് കൊണ്ട് കാര്യം, അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ജ്ഞാനമുണ്ടോ എന്ന് ലക്ഷണങ്ങൾ കൊണ്ട്, അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ട്, അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഓരോന്നിനും ഓരോ ലക്ഷണങ്ങൾ ഉള്ളതുപോലെ കൃഷ്ണാബോധത്തിൽ ഉറച്ച ഒരു വ്യക്തിക്കും അതിന്റെ ലക്ഷണങ്ങളുണ്ട് എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നത്. കൃഷ്ണാബോധമുണ്ട്, ഞാൻ ഭക്തനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആയില്ല, ആ വ്യക്തിക്ക് അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അദ്ദേഹം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കും. ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നത് ഏറ്റവും വലിയ ലക്ഷണം അദ്ദേഹത്തിന്റെ സംസാരത്തിലായിരിക്കുമെന്ന്. മാറ്റം തുടങ്ങുന്നത് സംസാരത്തിലാണ്. ഒരു വ്യക്തി കൃഷ്ണാവബോധത്തിലാണോ അല്ലയോ എന്ന് നോക്കണമെങ്കിൽ എന്ത് നോക്കിയാൽ മതി? അദ്ദേഹം ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ സംസാര വിഷയം എന്താണ്? കാരണം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കും. നമ്മുടെ മനസ്സിലൂടെ ഓടുന്ന കാര്യങ്ങളാണ്, മനസ്സിലൂടെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മറ്റാരോടും സംസാരിക്കാത്ത സമയത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും ആരെങ്കിലും കാണുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുക. അപ്പോൾ ഇവിടെ കൃഷ്ണാബോധത്തിലുള്ള ഒരു വ്യക്തി, ഭഗവാനിൽ ബുദ്ധിയുറച്ച ഒരു വ്യക്തി എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഭഗവാനെ കുറിച്ച് തന്നെയായിരിക്കും സംസാരിക്കുന്നത്. അത് വലിയൊരു ലക്ഷണമാണ് എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദം പറയുന്നത്. കൃഷ്ണാബോധമാർന്നവരുടെ മുഖ്യ ലക്ഷണം അവർ കൃഷ്ണനെ കുറിച്ചും കൃഷ്ണ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചും മാത്രം സംസാരിക്കുന്നു എന്നതാണ്. അപ്പോൾ കൃഷ്ണാബോധമാർന്ന വ്യക്തി, ഭഗവാനിൽ ബുദ്ധിയുറച്ച വ്യക്തി സംസാരിക്കുന്നതെല്ലാം ആരെക്കുറിച്ചായിരിക്കും? ഭഗവാനെ കുറിച്ചായിരിക്കും. ഭഗവാനെ കുറിച്ചും ഭഗവത് സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ അവർ സംസാരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഭഗവാനിൽ ബുദ്ധിയുറച്ച ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ലക്ഷണമായിട്ട് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷണം എന്നാണ് പറയുന്നത്. ഒരു ഭക്തൻ മറ്റു ഭക്തന്മാരെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുന്ന സമയത്ത് എന്താണ് സംസാരിക്കുന്നത്? എങ്ങനെ പോയാലും ഭഗവാന്റെ അടുത്തെത്തും, സംസാരിച്ച് ഭഗവാന്റെ അടുത്തെത്തും, വീണ്ടും ഭഗവാനെ കുറിച്ച് തന്നെ സംസാരിക്കാൻ തുടങ്ങും. അവരുടെ സംസാര വിഷയം തന്നെ ഭഗവാനായിരിക്കും. അതാണ് കൃഷ്ണാബോധത്തിൽ ഉറച്ച ഒരു വ്യക്തിയുടെ ലക്ഷണം എന്നാണ് പറയുന്നത്. അവരെ എല്ലാ ദിവസവും സംസാരിക്കുന്നതും എപ്പോഴും സംസാരിക്കുന്നതും അത് തന്നെയായിരിക്കും. അവർക്ക് വേറെ ഒരു സംസാര വിഷയം ഉണ്ടാവില്ല.
ഓരോ ദിവസവും വേറെ വേറെ സംസാര വിഷയമായിരിക്കില്ല. എപ്പോഴും ഭഗവാനെ കുറിച്ച് തന്നെ ആയിരിക്കും ഒരു സംസാരിക്കുന്നത്. ഇതാണ് ഭഗവാനിൽ ബുദ്ധി ഉറച്ച ഒരു വ്യക്തിയുടെ മുഖ്യ ലക്ഷണമായിട്ട് ശ്രീല പ്രഭുപാദർ പറയുന്നത്. കൃഷ്ണാബോധമാർന്നവരുടെ മുഖ്യ ലക്ഷണം അവർ കൃഷ്ണനെ കുറിച്ചും കൃഷ്ണ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചും മാത്രം സംസാരിക്കുന്നു എന്നാണ്. കാരണം അവർക്ക് അതിലെ താല്പര്യമുള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ എന്ന് അവർക്കറിയാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന വിഷയങ്ങളാണ്, അതിൽ അവർക്ക് താല്പര്യമില്ല. ഭാഗവതത്തിൽ പറയുന്നുണ്ട് എന്താണ്, ഭഗവാനെ സ്തുതിക്കാത്ത വാക്കുകൾ, ഹരേർ യശോ, ഭഗവാന്റെ യശസ്, ഭഗവാന്റെ ഹരിയുടെ യശസ് കീർത്തിക്കാത്ത വാക്കുകൾ, നയത് ചിത്രപദം ഹരേർ യശോ, ആ ശ്ലോകം എനിക്ക് കിട്ടുന്നില്ല. അതിൽ പറയുന്നത് ഭഗവാന്റെ കീർത്തനം, ഭഗവാന്റെ മഹിമകൾ പറയാത്ത വാക്കുകൾ എന്താണ്, അത് കാക്കകളുടെ തീർത്ഥാടന സ്ഥലമാണ്. കാക്കകൾക്ക് അങ്ങനെയുള്ള സ്ഥലം ഇഷ്ടമാണ്. പക്ഷെ അവിടേക്ക് ഒരിക്കലും അരയന്നങ്ങൾ പോകാറില്ല എന്നാണ് പറയുന്നത്. ചപ്പുചവറുകൾ കൂട്ടിയിട്ട സ്ഥലത്തേക്ക് ഒരിക്കലും അരയന്നങ്ങൾ പോകാറില്ല. ഭഗവാനെ സ്തുതിക്കാത്ത വാക്കുകൾ ചപ്പുചവറുകൾ കൂട്ടിയിട്ട സ്ഥലമാണ്. അവിടേക്ക് ആരാണ് പോകുന്നത്? കാക്കകളാണ് പോകുന്നത്. അവിടെ ധാരാളം കാക്കകളെ കാണാം. അവരതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും. പക്ഷെ അവിടെ അരയന്നങ്ങളെ കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അരയന്നങ്ങൾ എവിടെയാണ് കാണുന്നത്? താമരപ്പൊയ്കയിലാണ് അരയന്നങ്ങളെ കാണുന്നത്. അവരെണ്ണത്തിൽ കുറവായിരിക്കും, പക്ഷെ അവരെ അവിടെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഭഗവാനെ കീർത്തിക്കാത്ത വാക്കുകൾ അങ്ങനെയുള്ള ചപ്പുചവറുകളിട്ട സ്ഥലമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. ഭഗവാനിൽ ഭക്തി ഉറച്ച വ്യക്തികൾക്ക് മറ്റു വിഷയങ്ങളിൽ അത്രയും താല്പര്യമില്ല. അത് വേസ്റ്റാണ്, അത് ചപ്പുചവറുകളാണ് എന്നവർക്ക് അറിയാം. അവരെന്താണ് സംസാരിക്കുന്നത്? ഭഗവാനെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത്. അത് കൃഷ്ണാബോധത്തിൽ വന്ന ഒരു വ്യക്തിയുടെ, കൃഷ്ണാബോധത്തിൽ വിശ്വാസമുറച്ച ഒരു വ്യക്തിയുടെ ലക്ഷണമായിട്ടുണ്ട് ശ്രീല പ്രഭുപാദൻ പറയുന്നതാണ്. താഴെ വിവരിക്കപ്രകാരം മറ്റു ലക്ഷണങ്ങളും തനിയെ വന്നുകൊള്ളു. ഇതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ, ഭഗവാനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഭഗവാനെ കുറിച്ചുള്ള കീർത്തനമാണ്, അത് ഭഗവാന്റെ സേവനമാണ്. ബാക്കി ലക്ഷണങ്ങളൊക്കെ ആ സേവനം കൊണ്ട് തന്നെ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ക്രമേണ പിന്നീട് കാലക്രമേണ വന്നുകൊള്ളും എന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. അപ്പൊ ബാക്കി ലക്ഷണങ്ങളെ കുറിച്ച്, ബാക്കി എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാകും എന്നതിനെ കുറിച്ച് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വായിച്ചതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് സമയം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകം 52ാമത്തെ ശ്ലോകം മുതലാണ്. യഥാതേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ സ്വതസ്യ ച ശ്രുതി വിപ്രതിപന്നാതേ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാ വചലാ ബുദ്ധി തഥാ യോഗം അപശ്യസി സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതധി കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. 3 ശ്ലോകങ്ങളാണ് നമ്മൾ വായിച്ചത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ.